അതൊക്കെ പൊളിച്ചാണ്. രാജിവെച്ച് പോകണമായിരുന്നോ വേണ്ട എന്ന് അവരുടെ പാർട്ടിയും അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഇഷ്യൂ ഉണ്ടായിരുന്ന തുടങ്ങുമ്പോൾ തന്നെ ഒരു പുണ്യവാളന്റെ പരിവേഷമാണ് അണിഞ്ഞിരുന്നത്. പക്ഷെ ആ പൊയ്മുഖം പഴിഞ്ഞു വീണു. പലരും മീഡിയയാണ് നിങ്ങളെല്ലാം പറഞ്ഞപ്പോഴും പറഞ്ഞ ആരും എന്നെ പറ്റി കേസ് പറഞ്ഞിട്ടില്ലല്ലോ, കേസ് കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ രാജിവെക്കണത്, ഇനി എന്റെ പേര് ഒരു കേസും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്. പക്ഷെ ഇപ്പൊ കേസുണ്ടായി. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ അല്ല മഷീട്ടാ പോലും കാണാത്ത പറ്റി എവിടെയാണെന്ന് പോലും അറിയാത്ത പറ്റി ഒളിവിലാണ്. അപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ കേസില്ലാത്തത് കൊണ്ടാണ് താൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അദ്ദേഹം പുണ്യവാളനാകാൻ ശ്രമിച്ചു എങ്കിൽ ഇന്ന് അദ്ദേഹം ഒരാളല്ല പല സ്ത്രീകളെയും പീഡിപ്പിച്ചതായിട്ടും അതിൽ ഒരു സ്ത്രീ അവർ പീഡനാനുഭവങ്ങളും ചെയ്ത ആ വൃത്തികേടുകളെല്ലാം ഞാൻ പറയുന്നില്ല, അതൊന്നും എല്ലാം തുറന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് കേസ് കൊടുത്തിരിക്കുന്ന ഈ പരിസ്ഥിതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ മനസാക്ഷി തന്നെ ചോദിക്കട്ടെ. അദ്ദേഹം പറഞ്ഞായിരുന്നല്ലോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ആരും കേസ് കൊടുത്തിട്ടില്ല, അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഞാൻ രാജിവെക്കേണ്ട കാര്യമില്ല എന്നല്ലേ പറഞ്ഞത്. ഇപ്പോ അദ്ദേഹം പറഞ്ഞ അതിനെല്ലാം വിപരീതമായിട്ട് ഇപ്പൊ എല്ലാം അദ്ദേഹത്തിന്റെ പേരിൽ കേസ് വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം തന്നെ ആലോചിക്കട്ടെ. അദ്ദേഹത്തെ താങ്ങിയവരും പിന്താങ്ങിയവരും പുറന്തള്ളിയവരും ഉണ്ട് കോൺഗ്രസിൽ തന്നെ. ഈ കോൺഗ്രസിന്റെ ഒരു സർവനാശത്തിന്റെ ഒരു കാരണമായി തന്നെ മാറിയിരിക്കണം. പ്രത്യേകിച്ചും കോൺഗ്രസിന് പ്രഗത്ഭരെന്ന് സ്വയം അഭിമാനിച്ചു നിന്ന ആ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവരും പൊക്കി അങ്ങ് വാനോളം പൊക്കിക്കൊണ്ട് നടന്നുവെങ്കിൽ ഇന്ന് തകർന്ന് തരിപ്പണമായി ആളുകളെല്ലാം ചവിട്ടി തേക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയെങ്കിൽ അതിന്റെ ഉത്തരവാദി രാഹുൽ മാങ്കൂട്ടത്ത് തന്നെയാണ്. അദ്ദേഹത്തിന് താൻ ചെയ്ത തെറ്റുകൾക്ക് ഒരു ഉത്തമ ബോധ്യവും പശ്ചാത്തലവും ഉണ്ടെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയം മതിയാക്കി വനവാസത്തിന് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ആവില്ല. കോൺഗ്രസിൽ തന്നെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ ചർച്ചകള്, ആ ചർച്ചയിലെ കോൺഗ്രസിനകത്ത് തന്നെ പഴയ KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ താങ്ങിക്കൊണ്ട് നടക്കുന്നു സുധാകരൻ. ബാക്കിയുള്ളവരെല്ലാം ചവിട്ടിത്താത്തിക്കൊണ്ടിരിക്കുന്നു, ചിലരെല്ലാം നൂട്ടടിച്ചുകൊണ്ട് നിൽക്കുന്നു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന് പറയുന്നു. ഇങ്ങനെ പലതും പറഞ്ഞ കോൺഗ്രസിനകത്ത് തന്നെ ഇത്രയും ഭിന്ന അഭിപ്രായത്തില് കോൺഗ്രസിനകത്ത് ഒരു കൂട്ടക്കലഹത്തിന്റെ നടുവിലൂടെ പോവുകയാണ് കോൺഗ്രസ് എന്ന്. ഈ കൂട്ടക്കലഹത്തിന് കാരണം എന്താണ്? അതല്ലെങ്കിൽ ഇത് ആദ്യമേ പറഞ്ഞാൽ പോരെ, ഇങ്ങനെ ഒരു തെറ്റുപറ്റി പോയിട്ടുണ്ട്, അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞെങ്കിൽ അവിടെ വെച്ച് ഇതെല്ലാം തീരുമായിരുന്നു. തെറ്റ് ചെയ്യാത്തവരാരാണ്? ഇന്നത്തെ പുണ്യവാളന്മാരായിട്ട് നടക്കുന്ന പല രാഷ്ട്രീയക്കാരുടെയും ഭൂവാസവും പരിശോധിച്ച് നോക്കിയാൽ ഇതിനേക്കാൾ വലിയ മാങ്കൂട്ടത്തന്മാരായിരിക്കും അവർ പലരും. പക്ഷെ എന്നാലും ഇദ്ദേഹം ഒരുപാട് പുണ്യവാളാകാൻ ശ്രമിച്ചതാണ് ഈ പരമനാശത്തിനുള്ള എല്ലാ കാരണവും. ഇപ്പോഴും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കള് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പല ആളുകളും പ്രത്യേകിച്ച് രാഹുൽ തീരുമാനിച്ചോട്ടെ ഒരു ഒഴികഴിവ് മനോഭാവം പറയുന്ന അതല്ലാതെ അവർക്ക് എന്ത് പറയാം, രാഹുൽ തീരുമാനിക്കട്ടെ എന്ന് നമ്മളും പറയുന്നുള്ളൂ. അയാൾ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ നിരപരാധിയാണ്, എന്റെ പേരിൽ ആരും കേസ് കൊടുത്തിട്ടില്ല. കേസായല്ലോ. അല്ലെങ്കിൽ ഞാൻ അപരാധിയാണെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്നല്ലേ പറഞ്ഞു. ഇപ്പൊ കേസ് കൊടുത്തല്ലോ, അത് ബോധ്യമായല്ലോ. അപ്പോ അദ്ദേഹമല്ലേ തീരുമാനിക്കേണ്ടത്. ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ന് ഇവിടെ രക്ഷിക്കണമെങ്കിൽ, കേരളത്തെ അല്പമെങ്കിലും രക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ആ പ്രസ്ഥാനത്തിന്റെ സ്നേഹവും ആത്മാർത്ഥതയും അത് നിലനിൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നതാണ് അഭികാമ്യം. സ്വർണ്ണപ്പാളി പോലുള്ള വിഷയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കാലമായപ്പോൾ ഇങ്ങനെയുള്ള വിഷയമായിട്ട് വന്നെന്നുള്ള ആക്ഷേപം ചില കേന്ദ്രങ്ങൾ. അത് രാഷ്ട്രീയമാണ്. സ്വർണ്ണപ്പാളി വിഷയം വേറെ, ഈ പാളി വിഷയം വേറെ, രണ്ടും പാളിയാണ്. ഈ യഥാർത്ഥ വിഷയങ്ങൾ പറയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് സ്വർണത്തിലേക്ക് എന്തിനാ പോണത്? ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ആ നേരത്തെ പറഞ്ഞപ്പോ ഇദ്ദേഹം നിഷേധിച്ച കാര്യങ്ങളാണ്. ആ നിഷേധിച്ച കാര്യങ്ങൾ ഇപ്പൊ ശരിയെന്ന് ബോധ്യപ്പെടുത്തി സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ സ്വർണ്ണപ്പാളി അതിനെന്തിനാ പിടിക്കണത്? അത് വേറെ, ഇത് വേറെ.